ലോകത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തികളിലൊന്നായി മാറാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അളവറ്റ എണ്ണ പ്രകൃതിവാതക നിക്ഷേപവും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ നിലനിൽപ്പും അഭ്യസ്തവിദ്യരായ യുവത്വവും ഒരാഗോള വൻ ശക്തിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഇറാന് മുന്നിൽ തുറന്നു നൽകുന്നുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ സകലവിധ ചേരുവകളും ഈ പശ്ചിമേഷ്യൻ രാജ്യത്തിനുണ്ടെന്ന് കാണാം. എന്നിട്ടും യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തവും ദയനീയവുമാണ്. ഇന്നത്തെ ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ മുൻപൊരിക്കലുമില്ലാത്ത വിധം വലിയൊരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, നിയന്ത്രണാതീതമായ പണപ്പെരുപ്പം, അടിസ്ഥാനപരമായ ഘടനാപരമായ അപാകതകൾ എന്നിവ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ അളവറ്റ വിഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടങ്ങളിലൊന്ന് ഇറാൻ എങ്ങനെയാണ് നഷ്ടമായത് എന്നതിന്റെ ആഴത്തിലുള്ള പരിശോധന സാമ്പത്തിക വിദഗ്ധർക്ക് എന്നും ഒരു അത്ഭുതമാണ്. കേവലം വിഭവങ്ങളുടെ ലഭ്യത മാത്രമല്ല, മറിച്ച് കൃത്യമായ ഭരണ നിർവഹണവും അനുകൂലമായ അന്താരാഷ്ട്ര നയതന്ത്രവുമാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാന്റെ ഇന്നത്തെ അവസ്ഥ. ഇറാന്റെ സാമ്പത്തിക സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അവരുടെ പ്രകൃതി വിഭവങ്ങൾ തന്നെയാണ്. ഖത്തറുമായി പങ്കിടുന്ന സൗത്ത് പാഴ്സ് പോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലും എണ്ണ ശേഖരത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലുമാണ് ഇറാന്റെ സ്ഥാനം. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ് എന്നത് അവരുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം അനേക മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായ വാണിജ്യ പാതയിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു പുറമെ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് അവിടുത്തെ ജനസംഖ്യയാണ്. ഉയർന്ന സാങ്കേതിക പരിജ്ഞാനവും വിദ്യാഭ്യാസവുമുള്ള വലിയൊരു യുവതലമുറ ഇറാന് സ്വന്തമായുണ്ട്. വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ വ്യവസായവൽക്കരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനും ഇതിലും മികച്ച അടിത്തറ ലഭിക്കാനില്ല. ഈ അനുകൂല ഘടകങ്ങളെല്ലാം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദ്രുതഗതിയിൽ മുന്നോട്ട് നയിക്കേണ്ടതായിരുന്നുവെങ്കിലും ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മ കാരണം ഈ സാധ്യതകളെല്ലാം കാലക്രമേണ പാഴായി പോകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. വിഭവങ്ങളുടെ സമൃദ്ധി ഒരു രാജ്യത്തിന് എങ്ങനെ ശാപമായി മാറാം എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി ഇറാൻ മാറുകയായിരുന്നു. ഇറാന്റെ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാഹ്യ കാരണം പതിറ്റാണ്ടുകളായി അവർ നേരിടുന്ന കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളാണ്. തങ്ങളുടെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടും പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇറാനുമേൽ കർശനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ ഇറാന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിച്ചു. ആഗോള വിപണിയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിലും വിദേശ രാജ്യങ്ങളുമായി ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതിനുമുള്ള സ്വിഫ്റ്റ് പോലെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്ന് ഇറാൻ പൂർണ്ണമായും പുറത്താക്കപ്പെട്ടു. പുതിയ ഉപരോധങ്ങൾ ഭയന്ന് അന്താരാഷ്ട്ര നിക്ഷേപകർ ഇറാനിൽ പണമിറക്കാൻ മടി കാണിച്ചതോടെ അടിസ്ഥാന സൗകര്യ വികസനവും വിദേശ നിക്ഷേപവും പൂർണ്ണമായും മുരടിച്ചു. നൂതന സാങ്കേതിക വിദ്യകളുടെയും യന്ത്ര സാമഗ്രികളുടെയും അഭാവം കാരണം എണ്ണ ശുദ്ധീകരണ ശാലകളും മറ്റ് വ്യവസായശാലകളും കാലപ്പഴക്കം ചെന്ന് കാര്യക്ഷമമില്ലാത്തവയായി മാറുകയായിരുന്നു. ഉപരോധങ്ങൾ ഒരു രാജ്യത്തെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക മാത്രമല്ല, അവരുടെ സ്വാഭാവികമായ വാണിജ്യ വളർച്ചയെ പൂർണ്ണമായും തടയുകയും വ്യവസായങ്ങളെ തളർത്തുകയും ചെയ്യും എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായി ഈ രാജ്യം മാറി. ഉപരോധങ്ങൾ മാത്രമാണ് ഇറാന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ആഭ്യന്തരമായ കെടുകാര്യസ്ഥതയും സാമ്പത്തിക നയങ്ങളിലെ ഭയാനകമായ പാളിച്ചകളും ഈ തകർച്ചയ്ക്ക് സമാനമായ തോതിൽ കാരണമായിട്ടുണ്ട്. ഇറാനിലെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ഇപ്പോഴും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട സമാന്തര അധികാര കേന്ദ്രങ്ങളുടെയോ നിയന്ത്രണത്തിലാണ്. ബുന്യാദുകൾ എന്ന് വിളിക്കപ്പെടുന്ന നികുതി ഇളവുള്ള വലിയ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ സുതാര്യതയില്ലായ്മയും കുത്തകവൽക്കരണവും കാരണം സ്വകാര്യ സംരംഭകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ ആഗോള വിപണിയോട് മത്സരിക്കാനോ സാധിക്കുന്നില്ല. ഒരേ ഒരു മേഖലയെ, അതായത് പെട്രോളിയം കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന സാമ്പത്തിക നയം കാലക്രമേണ ഇറാന് വലിയ തിരിച്ചടിയായി മാറി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡച്ച് ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇറാനിൽ സംഭവിച്ചത്. അതായത് എണ്ണ കയറ്റുമതിയിലൂടെ ലഭിച്ച വലിയ വരുമാനം കറൻസിയുടെ മൂല്യം കൃത്യമായി ഉയർത്തുകയും അത് രാജ്യത്തെ മറ്റുൽപാദന മേഖലകളെ തകർക്കുകയും ചെയ്തു. ഇത് വ്യവസായങ്ങളിലേക്കും സേവന മേഖലകളിലേക്കും നിക്ഷേപം നടത്തി സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിൽ അധികാരവർഗം പൂർണ്ണമായും പരാജയപ്പെട്ടു. സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെ പുരോഗതിക്ക് പകരം രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെയും തങ്ങളുടെ അധികാരത്തെയും സംരക്ഷിക്കാൻ മാത്രമുള്ളതായിരുന്നു. തെറ്റായ സാമ്പത്തിക നയങ്ങളും ഉപരോധങ്ങളും സൃഷ്ടിച്ച പ്രതിസന്ധികളുടെ എല്ലാം ഏറ്റവും വലിയ വില നൽകേണ്ടി വന്നത് ഇറാന്റെ സാധാരണ ജനങ്ങൾക്കാണ്.
പെട്രോളിനും മറ്റു ഊർജ്ജ സ്രോതസ്സുകൾക്കും സർക്കാർ നൽകിയിരുന്ന അശാസ്ത്രീയമായ സബ്സിഡികൾ ഖജനാവിന് വലിയ ബാധ്യതയുണ്ടാക്കിയതിനൊപ്പം അയൽ രാജ്യങ്ങളിലേക്കുള്ള അനധികൃത ഇന്ധന കടത്തുകൾക്കും വഴിവെച്ചു. കുമിഞ്ഞുകൂടിയ ബജറ്റ് കമ്മി നികത്താനായി സർക്കാർ നിയന്ത്രണമില്ലാതെ പണം അച്ചടിച്ചിറക്കിയത് രാജ്യത്ത് വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമായി. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലൂടെയാണ് കടന്നുപോകുന്നത്. ലക്ഷക്കണക്കിന് റിയാലുകൾ നൽകിയാൽ മാത്രം $1 ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കറൻസി കൂപ്പുകുത്തി. വർഷങ്ങളായി തുടരുന്ന ഈ നിയന്ത്രണാതീതമായ പണപ്പെരുപ്പം ജനങ്ങളുടെ വാങ്ങൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കി. ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനംപ്രതി കുതിച്ചുയരുകയാണ്. ഒരിക്കൽ ശക്തമായ ഒരു മധ്യവർഗ സമൂഹമുണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും ദാരിദ്ര്യത്തിലേക്കും വീണുപോയിരിക്കുന്നു. ജനങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയായി മാറി. സാമ്പത്തിക അരക്ഷിതാവസ്ഥ രാജ്യത്ത് വലിയ തോതിലുള്ള സാമൂഹിക അസംതൃപ്തിക്കും നിരന്തരമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മികച്ച വിദ്യാഭ്യാസം ലഭിച്ച അവിടുത്തെ ചെറുപ്പക്കാർ സ്വന്തം രാജ്യത്ത് ഭാവിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിലും തേടി പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും കുടിയേറാൻ നിർബന്ധിതരാകുന്നു. ബുദ്ധിശാലികളുടെ ഈ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക് അഥവാ ബ്രെയിൻ ഡ്രെയിൻ ഇറാന്റെ സാങ്കേതിക വികസനത്തെയും ഭാവി സാമ്പത്തിക വളർച്ചയെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ചുരുക്കത്തിൽ ഇറാന്റെ സാമ്പത്തിക ചരിത്രം ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത് വളരെ വലിയൊരു പാഠമാണ്. പ്രകൃതി വിഭവങ്ങൾ എത്രത്തോളം അമൂല്യമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായി എത്ര തന്ത്രപ്രധാനമായ സ്ഥാനമുണ്ടെങ്കിലും കൃത്യമായ സാമ്പത്തിക നയങ്ങളും ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണവും ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിനും സുസ്ഥിരമായ പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല എന്ന നഗ്നമായ സത്യം ഇറാന്റെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടങ്ങളിലൊന്ന് സ്വന്തമായിരുന്നിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നയങ്ങളും നയതന്ത്രപരമായ വീഴ്ചകളും ആഭ്യന്തരമായ പിടിപ്പുകേടുകളും കാരണം ഇറാൻ തങ്ങൾക്ക് ലഭിച്ച സുവർണാവസരങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു. അടിസ്ഥാനപരമായ ഘടനാ മാറ്റങ്ങൾ വരുത്തുകയും അന്താരാഷ്ട്ര സമൂഹവുമായി വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ ഇറാന്റെ സാമ്പത്തിക ഭാവിക്ക് വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവരുടെ മണ്ണിലെ പ്രകൃതി വിഭവങ്ങളിൽ മാത്രമല്ല, മറിച്ച് ആ വിഭവങ്ങളെ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും സമഗ്രമായ ഉന്നമനത്തിനായി എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഇറാന്റെ നഷ്ടപ്പെട്ട സാമ്പത്തിക വസന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.